കണ്ണൂർ മേലേച്ചൊവ്വ പാതിരപ്പറമ്പ് സമദർശിനി ഹൗസിംഗ് കോംപ്ലക്സിലെ കെ സജിനിയുടെ വീട്ടുമുറ്റത്ത് കഴിഞ്ഞ 2 മാസമായി വെള്ളം കുത്തി ഒഴുകുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ നാട്. മഴക്കാലത്ത് മഴവെള്ളമാണ് എന്നാണ് ആളുകൾ കരുതിയിരുന്നത്. പക്ഷേ മഴ മാറിയിട്ടും ഈ നീരൊഴുക്കിന് ഒരു കുറവുമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ നാട് ആകെ ആശങ്കയിലാണ്. ഇങ്ങനെ ഈ വെള്ളം കുത്തിയൊഴുകാൻ എന്താണ് കാരണം എന്നാണ് ഈ നാട്ടിന് അറിയേണ്ടത്. നമ്മളോടൊപ്പം ഈ പാതിരപ്പറമ്പ് സ്വദേശിയായ അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഇതിന് കാരണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? എന്താണെന്നറിയില്ല. 2 മാസമായി പ്രതിഭാസം തുടങ്ങിയിട്ട്. അന്നൊക്കെ വിചാരിച്ച മഴയാണെന്ന്. ഇപ്പോഴാണ് ഇതിൻ്റെ ഡെപ്ത് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. ഭൂമിക്കടിയിൽ നിന്നാണ് വരുന്നത്. ഇതിനടിയിൽ കൂടെ വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് ലൈനുകളും മറ്റൊന്നും കടന്നു പോകുന്നില്ല. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക, ഇതൊരു 2-3 വീട്ടുകാരുടെ മാത്രം പ്രശ്നമല്ല. ഇത് സമദർശിനി ഹൗസിംഗ് കോംപ്ലക്സിലുള്ള എല്ലാ ആൾക്കാരുടെയും പ്രശ്നമാണ്. തൊട്ടടുത്ത് കിണറുണ്ട്, ഒരുപാട് വീട്ടുകാരുടെ സെപ്റ്റി ടാങ്ക് ഉണ്ട്. ഇതിലൊക്കെ ഈ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് നിറയുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭൂമിയുടെ അടിയിൽ കൂടെ പോകുന്ന ഫ്ലോവിൻ്റെ നീരുറവ് എന്ന് പറയുന്നൊരു സ്ഥലം നമുക്കറിയില്ലല്ലോ, പുറത്തുനിന്ന് കാണാൻ പറ്റില്ലല്ലോ. നമ്മളെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ റഡാറോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നത്തിനൊരു അന്തിമമായ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നാണ് നമ്മളെ അഭ്യർത്ഥന. എന്തായാലും പൈപ്പ് ഏതെങ്കിലും തരത്തിൽ അടിയിലൂടെ പോകുന്നത്, അത് പൊട്ടിയിട്ട് ഇങ്ങനെ കുത്തിയൊഴുകാനുള്ള സാധ്യത അതല്ല എന്ന് തന്നെയാണോ കരുതുന്നത്? തീർച്ചയായും. ഈ വീട്ടിലേക്കുള്ള കണക്ഷൻ, ഇതിപ്പോൾ സ്വപ്ന എന്ന് പറയുന്ന ആളുടെ വീടിലേക്കുള്ള കണക്ഷൻ ഇപ്പം നിലവിലിപ്പോൾ ഷിനോജ് എന്ന് പറയുന്ന ആളാണ് താമസിക്കുന്നത്. ആളും ആളുടെ ഫാമിലിയാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് ഫൈസൽക്കയാണ്. ഫൈസൽക്കയുടെ ഫാമിലിയാണ് താമസിക്കുന്നത്. ഇവിടെ 2 കുഴൽക്കിണറുണ്ട്. ഒന്ന് നേരത്തെ കുഴിച്ചാണ്, ഒന്ന് ഈ അടുത്ത കാലത്ത് കുഴിച്ചാണ്. ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലമായിട്ടുണ്ടാവും. ചിലപ്പോൾ 1 കൊല്ലോ 2 കൊല്ലത്തിനിടയിലായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. ഇനി അതാണോ ഇതിൻ്റെ പ്രശ്നം എന്നറിയില്ല. അതാവാനാണ് സാധ്യത എന്ന് ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഈ അധികൃതരെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? വാട്ടർ അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി പൂട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കംപ്ലൈൻറ്റ് അവർ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് അവർ നേരിട്ട് കംപ്ലൈൻറ്റ് അവരുടെ സ്റ്റാഫ് തന്നെ, റീഡിങ്ങിന് വന്ന സ്റ്റാഫ് തന്നെ കണ്ട് അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടി. അവർ AXനെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. കംപ്ലൈൻറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. അവരിന്ന് പൈപ്പ് പൂട്ടാന്ന് പറഞ്ഞു. പൈപ്പ് പൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ എവിടെയും വെള്ളം വരില്ല. പക്ഷേ മെയിൻ ലൈനിൽ പൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ മറ്റാൾക്കാർക്ക് ആർക്കും വെള്ളം കിട്ടില്ല. 4 ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഇത് സമദർശിനി ഹൗസിംഗ് കോളനിയിലേക്കല്ല. അത് ഒരു ലൈന് പൂട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു കുന്നിൻ്റെ മുകളിൽ ആയത് കാരണം ഈ ഇറക്കത്തിലേക്ക് വെള്ളം പോകുമ്പോൾ പൂട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ 1 ദിവസമൊക്കെ നിൽക്കും. ആ പൂട്ടിയിട്ടാകുമ്പോൾ ഒരു പൈപ്പ് പൊട്ടിയത് ഒന്ന് ലീക്ക് അടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 3 ദിവസമൊക്കെ എടുക്കും. ഒരു കുഴിയിലുള്ള വെള്ളം മൊത്തമായിട്ട് വലിച്ച് സക്ക് ചെയ്തെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായ ഇത് അത്ര ആഴത്തു നിന്നാണോ ഈ വെള്ളം വരുന്നത്? ഒരു 1.5 മീറ്റർ ആഴത്തിൽ കൂടുതലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നേരത്തെ ഒരു കമ്പിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഇത്രയും അടിയിൽ നിന്ന് വരുന്നത് ഒരിക്കലും ഒരു 1.5 മീറ്റർ ആഴത്തിൽ ഇത് പോവില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഒരു വർഷങ്ങൾക്ക് മുന്നേ, ഒരു വർഷമോ 1.5 വർഷത്തിന് മുന്നേ ഇത് JCB ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള മണ്ണ് മൊത്തമായി നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. നീക്കം ചെയ്ത് സ്ഥലം നല്ല നിരപ്പാക്കി എടുത്ത് വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചതായിരുന്നു. ഇന്നലെ ആണ് നമ്മളിത് കംപ്ലീറ്റ് വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചത്. ഇവിടെ കാട് പിടിച്ച് കിടക്കണ്ടായിരുന്നു. അപ്പോൾ കാടിനെ മാറ്റിയപ്പോഴേക്കും ഇത് മതിലിലേക്കാണ് വെള്ളം പോകുന്നത്. മതിലിൽ കൂടെ ഇപ്പോൾ മതിലിൻ്റെ അടിഭാഗത്ത് കൂടെ വെള്ളം താനെ ഉറവ പോലെ പൊട്ടി പോവാണ്. വീടിനും ഭീഷണിയാവുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും വീടിന് ഭീഷണിയാവും. കാരണം എന്ന് വെച്ചാൽ 45-47 വർഷം പഴക്കമുള്ള എല്ലാ ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ, പുതിയ വീട് ഒഴിച്ച് പുതിയ വീടുകൾ എന്ന് പറയാൻ വേണ്ടി ഒരു 2 വീടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ വീടുകളാണ്. എല്ലാ വീട്ടിനും പഴക്കം 47 വർഷത്തിന് മുകളിലുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ നാടിൻ്റെ ഒരു അഭ്യർത്ഥന? എന്താണ് നാടിൻ്റെ അഭ്യർത്ഥന എന്ന് വെച്ചാൽ അധികൃതർ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ
വിനീതമായ അഭ്യർത്ഥന. ഒരു പേടിയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും എന്തും സംഭവിക്കാം. കാരണം വീടിൻ്റെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് അനുഭവിക്കുന്ന കൂട്ടർക്ക് അത് മനസ്സിലാവും. നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ന്യൂസുകളാണ്. ആലപ്പുഴയിൽ വെള്ളം കയറി, വെള്ളമുള്ള നാട്ടിൽ കുടിക്കാൻ വെള്ളമില്ല എന്നൊക്കെ പറയുന്ന ആ സംഭവം കാണുമ്പോൾ നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ ആലപ്പുഴക്കാരുടെ അവസ്ഥ എന്തായിരിക്കും. അതിനേക്കാളിപ്പോൾ നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രതിഭാസം ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ ഇത് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് ഇടപെടേണ്ടത്, ഒന്ന് വാട്ടർ അതോറിറ്റി ആൻഡ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ രണ്ട് പേരിൽ ആരാണോ ആദ്യം വന്ന് നോക്കുന്നത് അവരെ തീരുമാനിക്കട്ടെ അത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ ഇവിടെ എത്തുക, ഇത് നോക്കുക, ഇതെന്തിനുള്ള പരിഹാരം, ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുക. ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്രതിഭാസമാണെങ്കിൽ അതിനുള്ള പരിഹാരമില്ലാത്ത പ്രശ്നമില്ലല്ലോ. പാതിരിപ്പറമ്പ് സമദർശിനി കോളനിയിലെ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം അധികൃതർ ഉണ്ടാക്കണം. ഈ നാടൊന്നാകെ ഭീതിയിലാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ടല്ല ഈ പ്രതിഭാസം എന്ന് ഈ നാട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കാരണം? അതാണ് കണ്ടെത്തേണ്ടത്. അതിന് വിശദമായ പരിശോധന അനിവാര്യമാണ്. പാതിരിപ്പറമ്പിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.